ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോക്ടർ ജി ബൈജു. ഞാൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം ശ്രീകാര്യം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ്. എൻ്റെ കൂടെ അവിടുത്തെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പ്രിൻസിപ്പൽ HOD-മാരും ഒക്കെ ഉണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. 1963 തുടങ്ങിയ സ്ഥാപനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കൃഷി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കിഴങ്ങുവിളകൾക്കായിട്ടുള്ള ഗവേഷണ സ്ഥാപനമാണ്. ഈ സ്ഥാപനം അടുത്ത തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 17 മുതൽ 21 വരെ ഒരു അന്തർദേശീയ കിഴങ്ങുവിള സിമ്പോസിയം ഞങ്ങൾ ആതിഥേയത്വം വഹിക്കുകയാണ്. അതിന് കാരണം ഒരു ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ട്രോപ്പിക്കൽ റൂട്ട് ക്രോപ്സ് ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റി ലോകത്ത് ഓരോ രാജ്യങ്ങളിൽ വെച്ച് 3 വർഷത്തിലൊരിക്കൽ ഒരു സിമ്പോസിയം നടത്താറുണ്ട്. നമ്മുടെ രാജ്യത്ത് വെച്ച് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് 2006-ലാണ്. അതിനുശേഷം ഇന്ത്യയിൽ വെച്ച് ഈ ഒരു സിമ്പോസിയം നടക്കുന്നത് ഈ വർഷമാണ്, 2025 നവംബർ 17 മുതൽ 21 വരെയാണ്. ഈ സിമ്പോസിയത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉഷ്ണമേഖലാ കിഴങ്ങ് വിളകൾ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, കൂവ, അങ്ങനെ ഏകദേശം ഒരു 1-2 ഡസനോളം കിഴങ്ങ് വിളകൾ ലോകത്തിലെ ഒരു 200 കോടിയോളം ജനങ്ങളുടെ ഭക്ഷ്യ പോഷക ജീവന സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയെക്കാളും ഉപരിയായിട്ട് നമ്മൾ മറ്റു പല രാജ്യങ്ങളും നോക്കിയാൽ, ആഫ്രിക്ക അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അവിടെയൊക്കെ നോക്കിയാൽ ജനങ്ങളുടെ വിശപ്പകറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് കാച്ചിലും മരച്ചീനിയും ചേമ്പും മറ്റു പല വിളകളും. അപ്പൊ ഈ വിളകളിൽ നടത്തുന്ന ഗവേഷണങ്ങൾ നമ്മൾ അടുത്ത കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് ഇന്നത്തെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ഒരു ഭീഷണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കിഴങ്ങ് വിളകളുടെ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ധാന്യ വിളകൾ, ഗ്രെയിൻ ക്രോപ്സിനേക്കാളും അല്ലെങ്കിൽ സീരിയൽസിൽ നിന്നും മാറി ഒരു ഭക്ഷ്യ സിസ്റ്റം, ഫുഡ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഇപ്പം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കിഴങ്ങ് വിളകൾക്ക് പ്രാധാന്യം ഏറി വരികയാണ്. അതിൽ ധാരാളം നൂതന ഗവേഷണ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ വിത്ത് മുതൽ പുതിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ ഏറ്റവും അത്യന്താധുനികമായ ജീനോം എഡിറ്റിംഗ് വരെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ലോകത്താകമാനം ഇതിന്റെ ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് 90-ലധികം രാജ്യങ്ങളിൽ നിന്ന് 90-ലധികം ശാസ്ത്രജ്ഞന്മാര് 30-ലധികം രാജ്യങ്ങളിൽ നിന്ന് എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നും വരുന്നുണ്ട്. നമ്മുടെ തെക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, ഇങ്ങനെ എല്ലാ 6 കോണ്ടിനെന്റ്സിൽ നിന്നുമുള്ള 90ഓളം വിദേശ ശാസ്ത്രജ്ഞന്മാരും കൂടാതെ ഇന്ത്യയുടെ 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200-ലധികം ശാസ്ത്രജ്ഞന്മാരും മറ്റ് വ്യവസായികളും ഗവേഷണ വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട കിഴങ്ങ് വിളകളുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും, കർഷകരും എല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടി CTCRI ആതിഥേയത്വം വഹിക്കുകയാണ്. അത് വലിയൊരു പരിപാടിയാണ്. അപ്പൊ അതില് നടക്കുന്നത് നമ്മുടെ ഓബൈ താമര എന്ന് പറയുന്ന ഹോട്ടൽ വെച്ചാണ് 4 ദിവസം. ഒരു ദിവസം CTCRIയിൽ വെച്ച് ഒരു സ്റ്റേക്ക് ഹോൾഡർ ഇന്റർഫേസ് എന്ന് പറയും. വ്യവസായികള്, ഇത് സ്റ്റാർട്ടപ്സ്, മറ്റെല്ലാ ഈ മേഖലയെ ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും വന്ന് അവിടെ ഒരു ചർച്ചയും ഭാവി പരിപാടികൾ. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ, ഇന്ന് കിഴങ്ങുവിള മേഖല കർഷകരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണ്, അത് ആഗോളതലത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിന് ഫ്യൂച്ചറിൽ ഭാവിയിൽ അടുത്ത 5 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നടത്തേണ്ട ഗവേഷണ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, പല രാജ്യങ്ങളിലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക. ഈ പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സിമ്പോസിയം CTCRI നടക്കുന്നത്. ഇതിൽ 5 ദിവസമായി 6 സെഷൻസ് ഉണ്ട്. ഈ 6 സെഷനുകളിലായിട്ട് നമ്മൾ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയ ഒരു സെഷൻ ഉണ്ട്, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്, പിന്നെ സസ്റ്റൈനബിൾ കൃഷി, സുസ്ഥിര കൃഷി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. പിന്നെ രോഗങ്ങൾ, കീടങ്ങളൊക്കെ, ധാരാളം പുതിയ രോഗങ്ങളും കീടങ്ങളും മറ്റു വിളകളെ പോലെ തന്നെ കിഴങ്ങ് വിളകളിലും വരുന്നുണ്ട്. അതിന്റെ പറ്റിയുള്ള ഒരു സെഷൻ. പിന്നെ സെക്കൻഡറി അഗ്രികൾച്ചർ, നമുക്കറിയാം ട്യൂബർ ക്രോപ്സിൽ ഏറ്റവും കൂടുതൽ പ്രധാനം വാല്യൂ അഡീഷൻ ആണ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ചായയുടെ കൂടെ പുറത്ത് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കിഴങ്ങ് വിളകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. അവിടെ വെച്ചിരുന്ന കുറേ ഉൽപ്പന്നങ്ങൾ, അതുപോലെ മരിച്ചിൽ നിന്ന് മറ്റു പല വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങളും മെഡിക്കൽ പ്രോഡക്ട്സ് വരെ ഞങ്ങൾ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് മെഡിക്കൽ മേഖലയിലുള്ള ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ വരെ ഗവേഷണം നടക്കുന്നുണ്ട്, സ്റ്റാർച്ച് അധിഷ്ഠിതമായി. പിന്നെ സാങ്കേതിക വിദ്യ വ്യാപനം, എക്സ്റ്റൻഷൻ, കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം ഒരു പ്രധാന സെഷനാണ്. ഇങ്ങനെ 5 സെഷനും ഇതോടൊപ്പം
ബനാന വാഴയുടെ ട്യൂബ് റിസർച്ചിന്റെ ആ ഒരു സൊസൈറ്റിയുടെ ഫംഗ്ഷൻ്റെ അകത്ത് അതും കൂടെ വരുന്നത് കൊണ്ട് ലാസ്റ്റ് ഡേ വാഴയെ പറ്റിയുള്ള ഒരു സെഷൻ ഉണ്ട്. അതിന് പ്രത്യേക ശാസ്ത്രജ്ഞന്മാര് NRC ബനാന ട്രിച്ചിയിലുണ്ട്. അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഒരു സിമ്പോസിയത്തെ പറ്റി അറിയിക്കാനാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞാൻ കൂടുതൽ മറ്റു വിവരങ്ങൾ ഡോക്ടർ മകേഷ് കുമാർ ഹെഡാണ്. ഇന്ത്യൻ ഇത് നടത്തുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ സൊസൈറ്റി ഫോർ റൂട്ട് ക്രോപ്സ് എന്നൊരു സൊസൈറ്റി ഉണ്ട്, ഞങ്ങളുടെ ഒരു സൊസൈറ്റി, അതും CTCRIയിലാണ്. അതിന്റെ സെക്രട്ടറിയാണ് ഡോക്ടർ മകേഷ് കുമാർ. അദ്ദേഹം ക്രോപ്പ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിന്റെ ഹെഡും കൂടിയാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളോട് പറയും. Good morning to all. Already director has briefed about the program. So I am also the organizing secretary for this international symposium. Can you hear me? I am the organizing secretary for this international symposium. As told that it is a combination of ICR CTCRI, Indian Society for Root Crops, and International Society for Tropical Tuber Crops jointly organizing this symposium during November 17 to 21 in Hotel Obey Tamara. This already director told this is the highest international delegation participation occurring in India for any conference which we got. Already we have got the necessary permission and people are started arriving from tomorrow onwards. They will be coming. And this is an important event because this crop which is climate resilient crop, and it's a good, many of the entire Africa and many of the countries have the staple food, which is the cassava, and tuber is the staple food for them. And we are organizing this, and then Indian perspective that around 210 Indian participants. So altogether 300 participants are taking part in this to discuss about this R&D aspect. Also one day stakeholders interface at ICR CTCRI, we organized it, and this 5 days program, and I need your support for giving wide publicity. Thank you. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.